അതെ, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം പറയുന്നില്ലാത്തൊരു വാക്ക് എന്നാന്നറിയോ? സബ്സ്ക്രൈബ്. പറ്റുന്നത്ര ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലതായിരുന്നു. ഈ 12 കാലം മുന്നിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് അയക്കേണ്ടി വരുന്ന എന്നാന്നറിയോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പഴയ വീഡിയോ ന്യൂസ് ഒരു 1.5 വർഷം മുന്നിലത്തെ ഇതെടുത്തിട്ട് ഈ സാരിയുടെ വില എത്രയാണെന്നൊക്കെ ചോദിക്കും. നമുക്ക് പോലും അറിയത്തില്ല. അതിനെന്നറിയോ? സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ബ്ലൗസാണ് കാണിക്കുന്നത്. ഇതിനകത്ത് മെയിൻലി എല്ലാം മജോറിറ്റി 99% സ്കിൻ ഫിറ്റാണ്. ഒരെണ്ണം മാത്രം മൊഡാൾ സിൽക്കിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. അതുകൊണ്ട് അപ്പം അതിനകത്ത് സൈസ് ഞാൻ പറയാം, അല്ലെങ്കിൽ തന്നെ സ്ക്രീനെ കാണും. നിങ്ങൾ കേട്ട് ബോറടിച്ചവരാണെങ്കിൽ സ്കിപ്പാക്കിക്കോ. സ്കിപ്പാക്കണമെന്ന് ഞാൻ പറയത്തില്ല, സ്കിപ്പാക്കാതെ കാണുന്നതായിരിക്കും നല്ലത്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല. അത് 101% മസ്റ്റാണ്, ഷുവർട്ടിയാണ്, ഒരു സംശയവും ഇല്ല. ഇത് വാങ്ങിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഓർക്കും അതെങ്ങനെ ശരിയാകും, എനിക്ക് പാകമായില്ലെങ്കിൽ ഞാനെങ്ങനെ പാകമാകുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഇതിലേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതായത് ഇത് XL സൈസ് ഉണ്ട്, XXL സൈസ് ഉണ്ട്, ഫ്രീ സൈസ് ഉണ്ട്. ഇപ്പം ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അന്നേരം ഞാൻ പറയാം. XXL സൈസ് വരെയുള്ള XXL സൈസ് കാണിക്കുന്നത് മീഡിയംകാർക്ക്, ലാർജുകാർക്ക്, XLകാർക്ക്, XXLകാർക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ബ്രാ സൈസ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുർത്തിയുടെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ചെയ്യുക, ഒരു കാരണവശാലും മാറിപ്പോകരുത്. ബ്രാ സൈസ് അല്ല. ബ്രാ സൈസ് 40 സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് വരും, അങ്ങനെ കണക്കാക്കരുത്. ഇത് കുർത്തിയുടെ സൈസാണ് എടുക്കുന്നത്, ബ്രാ സൈസ് അല്ല. ഇപ്പം ഇത് XXL എന്ന് പറയുമ്പോൾ 44 സൈസ് ഉള്ളവർക്കേ പറ്റൂ എന്നില്ല. 44 സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 32 സൈസ് 38 സൈസ് കുർത്തി ഇടുന്ന ഒരാൾ, അതായത് മീഡിയംകാരവർക്ക് എനിക്കിത് ലൂസല്ലേ, എനിക്കിത് ലൂസായി, ഇത് സ്ട്രെച്ചബിൾ ആണ്, ഇത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഫിറ്റ് ആകും. ആകെ ഇച്ചിരി ലൂസ് വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ മാത്രം മതി മീഡിയംകാരെടുക്കുമ്പോൾ. ബാക്കി XXLകാരുടെ കേസിൽ വരുമ്പോൾ XXLകാർക്ക് ചിലർക്ക് കൈക്ക് ഭയങ്കര വണ്ണം കൂടുതലുള്ളവരല്ലേ, ഒരുമാതിരി ഒരു പ്രായം കഴിയുമ്പോൾ ലേഡീസിനൊക്കെ ഉള്ള ഒരു പ്രശ്നം, കയ്യിൽ ഫാറ്റ് തൂങ്ങിയിട്ട് കൈക്ക് നല്ല വണ്ണം കൂടുതലുള്ളതായിരിക്കും. അത് അവനവൻ്റെ റിസ്ക്, നമുക്കറിയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും. ചിലർക്ക് നോർമലി ആയിരിക്കും. അതുപോലെ ഇവിടെയൊക്കെ ഫ്ലാപ്പൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റാതെ വരും. പക്ഷേ ഇതെടുത്തിട്ടുള്ള 99% ആൾക്കാർക്കും ഓക്കെയാണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾ പരീക്ഷണാർത്ഥം എടുത്തുകൊള്ളുക. പരീക്ഷണാർത്ഥം എടുക്കുന്നത് നിങ്ങളുടെ ഇതിലേ എടുക്കാവുള്ളൂ. ഞാൻ അതിനകത്ത് നിർബന്ധിക്കുക ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മളിത് ബ്ലൗസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല. സത്യമായിട്ടും പറയാം, കഴിഞ്ഞ മാസം കാണിച്ച ബ്ലൗസിനെ പറ്റി ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു ബ്ലൗസ് കാണിച്ചാൽ മറ്റാരും വേറെ ഒന്നും എടുക്കത്തില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക എന്നുള്ള ഒരു ഇത്. അതുകൊണ്ട് ആണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതിപ്പോൾ XXL സൈസാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന. സ്ക്രീനിലുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ മോഡൽ, പർപ്പിള് ഡാർക്ക്. എൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജും അല്ല XLും അല്ല. XL എനിക്ക് വേണ്ടാതാനും ലാർജ് എനിക്ക് പറ്റത്തുമില്ല. അങ്ങനെ ഒരു സൈസാണ് എൻ്റെ കുർത്തിയുടെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് XXL ആണ്. ഇതുണ്ട് കൈയുടെ ഇവിടെ ഞാൻ ഇട്ടേക്കുന്ന കുർത്തിയുടെ കൈ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ കണ്ടോ, എനിക്ക് ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ, വെച്ച് തയ്ച്ച പോലെ ഇരിക്കുന്നത്. നമുക്കൊരു ബ്ലൗസ് ഇത്രയും പെർഫെക്ഷനോടുകൂടി നമ്മുടെ സ്കിൻ ഫിറ്റായിട്ട് കിട്ടുന്നത് അത് ഭയങ്കര പാടാണ് ഇന്നത്തെ കാലത്ത് തയ്ച്ച് കിട്ടാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ റെഡിമെയ്ഡിലേക്ക് തയ്ച്ച് കിട്ടുക എന്ന് പറയാം. ചില സമയത്ത് നമുക്ക് പ്രശ്നമില്ല, ചില സമയത്ത് ഒക്കാതെ വരും. പ്രത്യേകിച്ച് സാരി ബ്ലൗസ് ഒക്കെ ആകുമ്പോൾ കൈ ഇങ്ങനെ ചുളാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല. കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം. ഇത് ബ്ലാക്ക്. ഇപ്പോൾ ഈ XXL സൈസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കും. 38, 36, 38 ഏത് സൈസ് ഉള്ളവർക്കും ഇതിടാം. 44 സൈസിന് മേലോട്ടുള്ളവർ എടുക്കരുത്. എടുത്തോ, വലിയ വണ്ണം കൂടുതലില്ലെങ്കിൽ എടുത്തോ. 44 സൈസ് നമ്മുടെ കുർത്തിയുടെ സൈസാന്ന് പറഞ്ഞാൽ ഒത്തിരി, ഇത് കുറേ സ്ട്രെച്ച് ആകുന്നതാണല്ലോ. ഇതുകൊണ്ട് കുറേ സ്ട്രെച്ച് ആകും. എന്നുകൊണ്ട് ഒരു പരിധിയില്ലേ. ഇതുണ്ട്, ഇതെൻ്റെ കൈ ചുരിദാറിൻ്റെ കൈയാണ്. അതുകൊണ്ടാണ് ബ്ലക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, സ്ട്രെയിറ്റായി ഇരിക്കാത്തത്. ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഉണ്ടോ, അതിന് കൈയുടെ എന്നാന്ന് ചോദിച്ചാൽ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു പടിയുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പടിയുണ്ട്. ആ പടിയും കൂടെ കയറും. അതിന് ഇവിടെ ഇങ്ങനെ ചെറിയ ഇതുണ്ട്, എന്തോ ഞൂറി വിട്ടിട്ടുണ്ട്. അതും കൂടെ കൂടി അങ്ങ് ചുരുണ്ടിരിക്കുന്ന ഇത്. പിന്നെ ചിലർ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ പറയുന്നതാണ്, ആരാണ്ട് പറഞ്ഞാൽ അയ്യോ ഇതിന് ഓപ്പണിംഗ് ഒന്നും ഇല്ല, ഇത് നമ്മൾ ബനിയൻ കയറ്റിയിടുന്ന പോലെ കയറ്റിയിടുന്ന കേട്ടോ. അത് വീഡിയോ, ഈ ബ്ലൗസിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഫുൾ ഇരുന്ന് കാണണം. എൻ്റെ കത്തി ഇച്ചിരി കേൾക്കേണ്ടി വരും, എന്നാലും കാശ് നിങ്ങളുടെ അല്ലേ.
എനിക്ക് ഈ വർത്താനം പറയുന്ന ഒരു രോഗമാണോ സാർ എന്ന് ചോദിച്ചാൽ ചെറിയ രോഗമുണ്ടോ എന്നൊരു സംശയമുണ്ട്. നേവി ബ്ലൂ കേട്ടോ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വർത്താനം പറയും, എനിക്ക് അങ്ങനെ വർത്താനം പറച്ചില്ല. എനിക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ ഞാൻ വാതുവരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ എല്ലായിടത്തും അങ്ങനെ വർത്താനം പറയുന്ന ഒരു സ്വഭാവക്കാരിയല്ല ഞാൻ. പക്ഷെ പലരും ഓർക്കും ഞാൻ ഭയങ്കര വർത്താനമാണ്. ഇല്ല കേട്ടോ, സത്യമായിട്ടും ഇല്ല. ഇച്ചിരി ഇതാകണം. ചില പിള്ളേർ പറയല്ലേ സമയം എടുക്കും, കുഞ്ഞു പിള്ളേരെയൊക്കെ എടുക്കുമ്പോൾ ചിലരുടെ കൈകളിൽ പോകത്തില്ല. ഇത് കോഫി ബ്രൗൺ കളറേ. അപ്പം പറയൂലേ ഇച്ചിരി സമയം എടുക്കും, കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ മാറത്തില്ല, കൂട്ടത്തിൽ നിന്ന് മാറത്തില്ല എന്ന് പറയും. എന്ന് പറഞ്ഞോ എൻ്റെ കാര്യം. എനിക്ക് ഇച്ചിരി എല്ലാം ഒന്ന് ഓക്കെ ആയി വരണം. ആയിക്കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയാലും അവരെ വിട്ട് പോകത്തുമില്ല, അവരെ വിട്ട് കൊടുക്കത്തുമില്ല. ഇത് പീച്ച് കളറ് ഇത് കണ്ടോ, കൈ ഇവിടെ പുഴ വന്നുകൊണ്ടിരിക്കുമോ, ഇത് തുണി കയറിയിരിക്കുന്നു. പീച്ച് കളറ് നല്ലതാട്ടോ, നല്ല പീച്ച്, നല്ല ബിസ്ക്കറ്റ് പീച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണേ. എല്ലാം നല്ല ഷെയ്ഡാ. നിങ്ങൾ ഈ ഒരെണ്ണം വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം വാങ്ങിച്ചാലും മൂന്നെണ്ണം വരെ എടുത്താൽ 60 രൂപയൊക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ. അപ്പം അതിന് നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കുന്നതിന് നല്ല 3 എണ്ണം വാങ്ങിക്കുന്ന ഇഷ്ടമുണ്ടെ വാങ്ങിച്ചാൽ അത് കേട്ടോ, നിർബന്ധിച്ച് പറയുന്നില്ല. കൈ ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ പോലെ അല്ലേ, മുഴ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ചന്ദന കളർ അല്ലെ ചിക്കു കളർ. ഫ്രണ്ടും വായിക്കി നോക്കിയിട്ടിടാം. ലാവണ്ടർ കൂടെ ഒരു ഗോൾഡിൻ്റെ, ഇത് കയ്യെ പറ്റുന്ന ഗോൾഡൻ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ഇതുപോലെ പറ്റുന്നൊന്നുമല്ല, അങ്ങനെ പറ്റുന്നതുമല്ല. അതൊരു ഡിസൈനായിട്ട് പോയിരിക്കുന്ന നല്ലൊരു ഡിസൈൻ, ഒരു പാർട്ടി ടച്ച് തരും. വലിയതില്ല, ഓവറായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ചില കളറേത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്, ചില കളറേത് അറിയത്തുമില്ല. അത് സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഡാർക്ക് മെറൂൺ, ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള ഒരു കളറാണ് ഇത്. പക്ഷെ എന്നുകൊണ്ട് എല്ലാവരും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ടീൽ ബ്ലൂ, രണ്ടാമത്തെ വീഡിയോ അതുകൊണ്ടാണ് മടുപ്പ്. ലാവണ്ടറിന്റെ വേറൊരു ഷെയ്ഡ്. ഇതൊക്കെ മറ്റേ ബ്ലൗസിനകത്തെല്ലാം കാണിച്ചിട്ടുള്ള കളേഴ്സ് തന്നെ ഡിമാൻഡാണെന്നറിയോ. പേസ്റ്റൽ കളേഴ്സ്. കാണിക്കാൻ ഒരാളില്ലേ. റെഡ്, നല്ലൊരു സില്ലി റെഡ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആരും തെറ്റിദ്ധരിച്ചേക്കല്ലോ കേട്ടോ, എൻ്റെ കൈയുടെ ഷേപ്പാണോ. എൻ്റെ കൈയുടെ ഷേപ്പ് അല്ല കേട്ടോ, ഇത് തുണിയാണ്, എൻ്റെ ചുരിദാർ. ഇത് എക്സലാന്നല്ലേ പറഞ്ഞു. ഇത് വേറൊരു ഡിസൈൻ കേട്ടോ. ഈ ഡിസൈൻ ഒന്ന് കാണിച്ചു, ഇത് ആദ്യം കാണിക്കുന്ന ഡിസൈൻ. ഇത് നല്ലതായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. ഈ ചിലതിന് അത്രയും സ്ട്രെച്ച് ആകത്തില്ല, കാരണം തുണിക്ക് കട്ടി കൂടുമ്പോഴേ ഇത് അത്യാവശ്യം നല്ലതായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ 44 സൈസുള്ളവർ 46 സൈസുകാർക്കൊക്കെ എടുത്താലും വലിയ കുഴപ്പം വരികയില്ല. വല്ല വ്യത്യാസം ഉണ്ടോ? അല്ല കൂടുതലാ. ഇതൊന്നും കയ്യേലൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് അങ്ങനെ പറ്റുന്ന ഗ്ലിറ്റർ ഒന്നും അല്ല. ഇതെല്ലാം ഡിസൈനാ. എനിക്ക് ആംഗ്യ ഭാഷ കാണിച്ചാൽ മനസ്സിലാകുമല്ലോ. ഒന്ന് പോകുന്നു വീവി എന്നാ ഇറങ്ങിയിട്ട് ആദ്യം പറ. ഡിസൈനാ കറുപ്പ്. ഇത് ഡിസൈൻ ഉണ്ട്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇങ്ങനെ ഒരു തരതര ഡിസൈൻ ഉണ്ട്. കൈ ഒട്ടപ്പിടിച്ച് നിർത്താവുള്ള. ഇത് മുമ്പേ കണ്ടത് ഇത് സെയിം ആണോ? പിന്നെ അയ്യോ, ഇത് രണ്ട് സെയിം ആണെന്നേ തോന്നുള്ളൂ കേട്ടോ. രണ്ട് കളറാണേ. ഞാൻ ഓർത്തു കേട്ടോ, ഇത് ലൈറ്റ് ഇത് ഡാർക്ക്. ഉണ്ടോ ഈ നമ്മളുടെ ആദ്യ കുർബാനയ്ക്കും മാമോദിസയ്ക്കും ചർച്ചിലെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനത്തെ ഈ ഗോൾഡൻ കളർ ഗ്രീൻ കളറും ഒക്കെ സാരികൾ ഉടുക്കത്തില്ലേ,
അതിന് നല്ലതാണ്. പിന്നെ ഇത് ചെറിയ പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എക്സൽ, ഈ സൈസ് തൊട്ട് എക്സലാണ്. ഡബിൾ എക്സലോ ആദ്യം കാണിച്ചുകൊണ്ടിരുന്ന ഡബിൾ എക്സൽ, ഇത് എക്സൽ. കട്ടി വീഡിയോ കട്ടി. ഡബിൾ എക്സലുകാർ എടുക്കരുത്, എക്സലുകാർ മാത്രം എടുത്തേച്ചാൽ മതി. എക്സൽ ഇതിൻ്റെ സൈസ് ഉള്ളൂ, അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. ഇതെന്നറിയോ, ഫ്രീ സൈസായിട്ടാണ് വരുന്നത്. ശരിക്കും എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടല്ലോ ഈ ഫ്രീ സൈസാണ്. ശരിക്കും എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയുന്നത് എന്നാണെന്നറിയോ, എക്സൽ വരെയുള്ളവർക്കേ ഫ്രീ സൈസ് ആണെങ്കിലും പറ്റത്തുള്ളൂ. ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്നുകൊണ്ട് അത് ഫ്രീ സൈസാണ്. ശരിക്കും ആക്ച്വലി അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഫ്രീ സൈസ് എന്ന് പറയുന്നില്ല. ഞാൻ ചാടി കയറി ഇപ്പം 46 സൈസുകാർ എടുത്തെങ്കിൽ എന്നെ അടുക്കുമെന്ന് ഓർത്തുകൊണ്ടാണ് സൈസ് പറയുന്നത്. ഇതെല്ലാം അടിച്ചിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ എന്ന്. യെല്ലോ ഇതിപ്പം എക്സൽ ആണ്. സ്ക്രീനെ നോക്കി എടുക്കാവുള്ളൂ കേട്ടോ, മാറ്റിക്കാൻ തരത്തില്ല. എന്നെ മാറ്റിത്തരാൻ എന്നോട് പറയരുത്. അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ അടുത്ത് വന്നേക്കരുത്, മാറ്റിത്തരാമോ എന്ന് അവർ ചോദിച്ചു. മാറ്റിത്തരൂല. കാരണം എന്ന് വെച്ചാൽ ബ്ലൗസ് ഞാൻ മാറ്റിത്തരൂല, വേറെ ഒന്നും കൊണ്ടല്ല, ശരിയാകത്തില്ല. നിങ്ങൾ ഇട്ട് കൊണ്ട് നോക്കി എല്ലാം എടുത്ത ബ്ലൗസ് ഇത്രയും സ്കിന്നുമായിട്ട് യോജിച്ച് കിടക്കുന്ന ഒരു സാധനം വേറെ ആൾ നിങ്ങൾ ഇട്ടതാന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ടട്ടോ. അതുകൊണ്ട് ഇതിനൊരു സ്കാലപ്പൊക്കെ ഉണ്ടോ? ഇല്ലേ. ഇത് ക്രീം വൈറ്റ് എന്ന് പറയാം. വൈറ്റാണോ ക്രീമാണോ? വൈറ്റ് കേട്ടോ, പ്യൂർ വൈറ്റ് അല്ല, ചെറിയൊരു ഓഫ് വൈറ്റ് അല്ലേ. ചെറിയൊരു ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞു, വൈറ്റ് എന്ന് പറഞ്ഞാൽ പോലെ. ഇതെല്ലാം എക്സൽ അല്ലേ? അതെ എക്സൽ. നല്ലതാട്ടോ വൈലറ്റ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊന്നും ഒരിക്കലും ഈ സ്കിൻ ഫിറ്റ് മെറ്റീരിയലാണോ സ്റ്റഫാണോ ഒന്നും തോന്നത്തില്ല. ഇത് നമ്മൾ കോട്ടൺ തുണി എടുത്ത് തയ്ച്ച ബ്ലൗസ് അല്ല, പ്രിന്റഡ് ബ്ലൗസ് പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് ഒരു ഡിസൈനാണ്, ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അങ്ങോട്ട് കാണിക്കുന്ന മുഴുവൻ എക്സലാന്ന് തോന്നുന്നു അല്ലേ. ഇതെന്നാന്നറിയോ, ഈ മോഡൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മോഡൽ എക്സൽ ആണെങ്കിലും നല്ലതായിട്ട് സ്ട്രെച്ച് ആവും. ഇത് കണ്ടോ, ഇത്രയും വരെ സ്ട്രെച്ച് ആവും. ഡബിൾ എക്സലുകാർക്കും പറ്റും ഒരു പരിധി വരെ. ഇവിടെ ഒന്നാരോ നോക്കിയിട്ട് പോയി. അതുകൊണ്ടാണ് ഇത് എക്സൽ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നും കൊണ്ട് ഷാമനവൻ്റെ ബോഡി അറിയത്തില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? എൻ്റെ ശരീരത്തെ പറ്റി എനിക്കറിയത്തില്ല, പിന്നെ ആർക്കും അറിയാവുന്ന. അപ്പോൾ അതങ്ങ് ആലോചിച്ചാൽ മതി. നമുക്കത് പറ്റുമോ? നമുക്ക് ശരീരത്തിന് വണ്ണം, കൈക്ക് വണ്ണം കൂടുതൽ, ഷോൾഡർ ചിലർക്ക് ഭയങ്കര വിരിവ് കൂടുതലായിരിക്കും. ഇങ്ങനെ ചിലർക്ക് തന്നെ എടുക്കുന്നറിയോ, ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഇടിച്ചു വെച്ച പോലെ ഇങ്ങനെ ഒരു ഷേപ്പാണ്. ചിലരുടെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കിടക്കും. അങ്ങനെയൊക്കെയുള്ള ഷോൾഡറിനുള്ള വ്യത്യാസം നമുക്കറിയാലോ. ഇത്രയും കാലം ഡ്രസ്സ് എടുത്തിട്ട് ഇത് ഓഫ് വൈറ്റ് കൈയിരിക്കുന്നുണ്ടോ? എനിക്ക് മസിൽ വന്നു, ജിമ്മിനൊന്നും പോലെ മസിൽ വന്നു. ഞാൻ പുച്ഛോ നിൽക്കോ അവിടെ പുച്ഛിച്ച് നിൽക്കുള്ളൂ. എനിക്കല്ല മനുഷ്യരോടൊന്നും ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം കൊട്ട പോലെ വീർക്കും. ഞാൻ മൈൻഡൊന്നും ചെയ്യാൻ പറ്റും, അവിടെ വീർത്തിരിക്കുള്ളൂ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പുറകെ കിടക്കുന്ന പരിപാടിയൊക്കെ. അയ്യോ പിണങ്ങിയിരിക്കുവാണോ അങ്ങനെ. ഇത് കണ്ടോ, ഈ കളറൊക്കെയുള്ള പ്ലെയിൻ സാരിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല നേവി ബ്ലൂ ഈ കളറുള്ള ഈ പ്ലെയിൻ സാരി കടയ്ക്കകത്തായിരിക്കുന്നല്ലേ. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കാൻ എന്നാ രസമായിരിക്കും എന്നറിയോ. പുറകെ നടക്കുമല്ലേ. ഇപ്പം എനിക്ക് മനസ്സിലായി പുറകെ നടക്കുമെന്നോർത്ത് ക്രിയേറ്റ് ചെയ്ത് പിണങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് ട്രിപ്പിൾ എക്സൽ വരെയുള്ളവർക്ക് എടുക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ എക്സൽ വരെയുള്ളവർക്കേ വന്നിട്ടുള്ളൂ. ഇത് 3XL വരെയുള്ളവർക്ക് എടുക്കാം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ വരെയുള്ളവർക്ക് എടുക്കാം. ഇനി മൊഡാൾ ഒറ്റ ബ്ലൗസ് ഇവിടെ. ഈ ബ്ലൗസ് വാങ്ങി സ്കിൻ ഫിറ്റ് തീർന്നു. ഇനി പ്യുവർ മൊഡാളിൻ്റെ ബ്ലൗസാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ കാണിക്കുന്നത് 3/4 സ്ലീവാണ്. പ്യുവർ മൊഡാളാണ് സ്റ്റഫ്. ബാക്ക് ഓപ്പൺ ആണ്. അജ്രക്ക് പ്രിൻ്റ് ആണ്. പ്യുവർ മൊഡാളിലാണ് ഈ ചെയ്തിരിക്കുന്നത്. പ്രിൻസസ് കട്ടല്ലേ, പ്രിൻസസ് കട്ടാണ്. ബാക്ക് ഓപ്പൺ ആണ്. ബാക്ക് നെക്ക് ഇത് ഇങ്ങനെ ഇരിക്കും. എനിക്ക് കൈ കയറ്റി കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഫ്രീ സൈസാണ്. ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഒരു എന്നാന്നറിയോ, ഇതിപ്പോൾ ഒരു 40-42 വരെയൊക്കെ ബ്രാ സൈസ് ഉള്ളവർക്ക് വരും. ഇതുകൊണ്ട് ഇത്രയും ബാലൻസ് ഉണ്ട് ഇതിനകത്ത്.
ഇത്രയും ബാലൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച്, ഇവിടെ ഒരു 1.5 ഇഞ്ച്, 3 ഇഞ്ച് ഈ സൈഡിലും 3 ഇഞ്ച് ഈ സൈഡിലും കൂട്ടാം. മൊത്തത്തിലൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് കൂട്ടാമെന്ന് വെച്ചു, 6 ഇഞ്ച് കൂട്ടാം, ഞാൻ കുറച്ച് പറയുക, അത്രയും നമുക്ക് കൂട്ടാം. അപ്പോൾ ഫ്രീ സൈസാണ്. ഒരുമാതിരിപ്പെട്ട വണ്ണമുള്ളവർക്കെല്ലാം എടുക്കാം. ഒരു 42 സൈസ് ഉള്ളവർക്ക് വരെ 42 അല്ല, അതിൽ കൂടുതൽ എടുക്കാം. കണ്ടോ, ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ സൈസ് ആയിരിക്കത്തില്ല. ഇത് കണ്ട് ഇങ്ങനെ ഫുൾ സ്ലീവ് ആണ്, നല്ല ഭംഗിയാണ്, ഒരു മോഡലായിട്ട് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് അത്രയും സ്ലീവ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യും. ഞാൻ എൻ്റെ കയറ്റി കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് സ്കിൻ ഫിറ്റ് പോലെ വലിഞ്ഞു വരുന്നതല്ല. എൻ്റെ ചുരിദാറും കൂടെ അല്ലെങ്കിൽ ഇട്ട് വെച്ചിട്ട് അത് വെച്ച് കയറ്റി കാണിക്കാൻ പറ്റത്തില്ല കയ്യിൽ. സ്കിൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് സ്ട്രെച്ച് ആയി വരുമല്ലോ, ഇതങ്ങനെ വരത്തില്ല. പക്ഷേ നല്ലതാണ്. നിങ്ങൾക്ക് പ്ലെയിൻ മൊഡാളിൻ്റെ ഒക്കെ സാരി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ സാരിക്കെല്ലാം പറ്റുന്നുണ്ടോ, പ്ലെയിൻ പ്യുവർ മൊഡാളിൻ്റെ സ്റ്റഫാണ്. ബോഡി കൈക്ക് അത്ര നീളം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ഇതുണ്ട്. ഇവിടെ വെച്ചൊക്കെ കട്ട് ചെയ്യാം, ആ ഡിസൈൻ്റെ ഒരു ഹാഫ് വെച്ച് കട്ട് ചെയ്യാം, ഇത്രയും കളഞ്ഞിട്ട്. അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ ഇവിടെ വെച്ച് വേണേലും കട്ട് ചെയ്യാം. ഇവിടെ വെച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. പ്യുവർ മൊഡാളാണ്, വെറും സെമി മൊഡാളല്ല, പ്യുവർ മൊഡാളാണ്. പിന്നെ ബാക്ക് ഓപ്പൺ ആണ്, ബാക്ക് നെക്ക് ഇങ്ങനെ. ബാക്ക് നെക്കിൽ ഈ ഒരു സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഇരിക്കും. പറഞ്ഞ പോലെ ഒരു 44 ബ്രാ സൈസ് വരെ ഉള്ളവർക്കൊക്കെ പറ്റും. ഇനി ഒരെണ്ണം ഉള്ളത് ഇത് കെട്ടിപ്പണങ്ങി നടക്കാണല്ലോ എല്ലാം കൂടി. അടുത്തത് ഇതും മൊഡാള് തന്നെയാണ്. ഇതിപ്പം സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ സ്ലീവ് ഉണ്ട്, എൽബോയ്ക്ക് മേളിൽ. അതായത് നമ്മൾ മുമ്പേ കണ്ടില്ലേ സ്ട്രെച്ചബിൾ ബ്ലൗസ്, അതിന് വരുന്ന പോലെ അത്രയും സ്ലീവുള്ള വേറെ സ്ലീവ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സ്ലീവ്. നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവർക്ക് ഇടാം. ബാക്ക് ഓപ്പൺ ആണ്, ബാക്ക് നെക്ക് ഇത്രയും വരും. എന്നാ പ്രിൻസസ് കട്ടാണ്, ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വരും. പിന്നില്ലേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സ്ട്രെച്ചബിളിൻ്റെ, ഞാൻ പറഞ്ഞത് ബ്രാ സൈസ് അല്ല, കുർത്തി അല്ല ചുരിദാറിൻ്റെ സൈസാണ്. പക്ഷേ ഈ സ്ട്രെച്ചബിൾ അല്ലാത്ത മെറ്റീരിയലിൻ്റെ ഞാൻ പറയുന്നത് ബ്രാ സൈസാണ്. 44 എന്ന് പറയുന്നത് ബ്രാ സൈസാണ്. ഇത് ശ്രദ്ധിച്ച് ഓർക്കണേ, തെറ്റിച്ച് പോരുത്. മറ്റേത് സ്ട്രെച്ചബിളിന് മാത്രമാണ് കുർത്തി സൈസ് പറഞ്ഞത്, ഇതിന് ബ്രാ സൈസാണ്. ഇതിപ്പോൾ ഒരു 44 സൈസ് ബ്രാ സൈസ് ഉള്ളവർക്ക് വരെയൊക്കെ ഇടാം എന്നാണ്. അത്രയും ഇത് ചെയ്യാവുന്നതുണ്ട്. പക്ഷെ ചുമ്മാ എടുത്ത് അവനവൻ്റെ ഇതിലേക്ക് വരുമ്പോഴേ ഇത് പിടിപ്പിച്ചിടുക അല്ല. നമ്മൾ ഒരു കുർത്തി വാങ്ങിച്ച് എങ്ങനെയാണ് ഓൾട്ടർ ചെയ്ത് സൈസ് ആക്കത്തില്ല, അങ്ങനെ ആക്കണം. ഇവിടെ ഇതുണ്ട്, ഇത്രയും ഇങ്ങനെ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് വെച്ച് ഇങ്ങോട്ട് അടിച്ച് സൈഡ് അടിച്ച് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഇവിടുത്തെയൊക്കെ വണ്ണം വെച്ച് എടുക്കണം. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ. ഇത് 3 മൊഡാളാണ്, പ്യുവർ മൊഡാളാണ്. ഇതിനും ഉള്ളിൽ സ്ലീവ് ഉണ്ട്, സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ ഇടാം. പ്രിൻസസ് കട്ടാണ്. പിന്നെ ഇത് 3 പാഡഡ് ആണ്. ഈ മൊഡാളിൻ്റെ കാണിച്ചത് 3 പാഡഡ് ആണ്. പാഡ് വേണ്ടെങ്കിൽ നിങ്ങളത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കും, അതിനകത്ത് പാഡങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയിട്ട് തന്നെ ഇരിക്കും, ലൈനിങ്ങും വെച്ചിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയിട്ട് തന്നെ ഇരിക്കും. മാറിപ്പോയത് കേട്ടോ, ഒന്നുകൂടെ പറയുക, കേൾക്കാമെങ്കിൽ ഒന്നുകൂടെ കേൾക്കും, അടുത്ത് കാണാതിരിക്കും, എന്നാലും പറയാം. ലാസ്റ്റ് കാണിച്ച മൊഡാൾ സ്ട്രെച്ചബിൾ അല്ലാത്തത്, അതിൻ്റെ ബ്രാ സൈസാണ് നോക്കേണ്ടത്. അല്ലാതെ സ്ട്രെച്ചബിളിന് മുഴുവൻ കുർത്തിയുടെ സൈസ് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സൈസാണ് നോക്കേണ്ടത്. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തേ ഇല്ല. ചിലർ 10 ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് 10 എണ്ണം പറഞ്ഞിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാൻ പറയും, അങ്ങനെ വെക്കത്തില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാൻ സഹകരിക്കണം. 10-15 ബ്ലൗസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് 2 ബ്ലൗസിന് വേണ്ടിയിട്ട് അയക്കാം. നിങ്ങൾക്ക് 2 ബ്ലൗസാണ് വേണ്ട, 2 എണ്ണത്തിന് സ്ക്രീൻഷോട്ട് അയക്കുക. എന്നിട്ട് അതില്ലെങ്കിൽ അടുത്ത് അയക്കുക. അങ്ങനെ ഒരു ഉപകാരം കാണിക്കണം കേട്ടോ. എല്ലാം കൂടെ പറയുമ്പോൾ ദേഷ്യം വരരുത്, തെറ്റി പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് ഒരു 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ എന്നാണ് ബുക്ക് ചെയ്യുന്നത്, ബുക്ക് ചെയ്ത ദിവസം കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ. നമ്മൾ അടുത്ത ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. താങ്ക് യു.